ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മാട്രിക്സിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ബേസിക് ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് സെക്ഷനിലോട്ട് കിടക്കണം. വളരെ ഇമ്പോർട്ടൻറ്റും എക്സാമിന് സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുമായിട്ടുള്ള സെക്ഷനിലോട്ട് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സെക്ഷനോട് കഴിയുന്നതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ് എന്ത് ചെയ്യും, അങ്ങ് പൂർണ്ണമാകും. അതിന്റെ പരിപാടി ഇവിടെ എത്തി. അപ്പൊ ലാസ്റ്റ് സെക്ഷനിലോട്ട് നമുക്ക് കിടക്കാം. ലാസ്റ്റ് സെക്ഷനകത്ത് പറയുന്നത് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓൺ സെറ്റ്സ്, സെറ്റ്സിനകത്തുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഏതൊക്കെയെന്നാണ്. ഇപ്പൊ കുറെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നെ. നല്ല രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആദ്യത്തെ 1-2 ബേസിക് ഇക്വേഷൻസും ക്വസ്റ്റ്യനേ ഉള്ളൂ ഇച്ചിരി മനം പഠിപ്പിക്കുന്നത്. പിന്നീടുള്ള ഓരോ ക്വസ്റ്റ്യൻസും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ഒന്നും നമ്മൾ ആദ്യത്തെ 1-2 ഇക്വേഷനോട് ചെയ്തു തരും. കാര്യം നിങ്ങൾ ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്ന ഇക്വേഷൻ ആണ്, അതുകൊണ്ട് ഇക്വേഷൻ ഞാനൊന്ന് പറഞ്ഞുതരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം ചെയ്യാൻ പോകുന്നത് വെൻ ഡയഗ്രത്തിലൂടെ ആയിരിക്കും. വെറുതെ ഇക്വേഷൻ ഒന്നും കാണാൻ പഠിച്ച് നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കേണ്ട. അതുകൊണ്ടാണ് ഞാനത് വെൻ ഡയഗ്രത്തിലൂടെയൊക്കെ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കാര്യം ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു വെൻ ഡയഗ്രം വരയ്ക്കുകയാണല്ലോ. വെൻ ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്ടാംഗിൾ ഉണ്ട്. റെക്ടാംഗിൾ ആരെയാണ് മക്കളെ റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മുടെ യൂണിവേഴ്സ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്ത് 2 സർക്കിൾസ്. ഞാൻ 2 സെറ്റിനെ പറ്റി പറയുമ്പോൾ 2 സർക്കിൾസ് അല്ലെ? ഇവിടെ 2 സർക്കിൾസ് ആയല്ലോ. ഈ സർക്കിൾസിനകത്ത് ഇപ്പൊ ഒന്ന് എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്, ഞാൻ കുറെ എലമെന്റ്സ് എഴുതുവാണേ. ഞാൻ കുറെ എലമെന്റ്സ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തു. എലമെന്റ്സിന്റെ പേര് 1, 2 നമ്പറോ സ്മോൾ ലെറ്റർ എ ബി എന്നോ ഒന്നും തരുന്നില്ല. കുറെ പോയിന്റ് ഔട്ട് ചെയ്തു. കുറെ പോയിന്റുകളാണ് നമ്മുടെ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഇവിടെ എന്താണ് എൻ ഓഫ് എ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എൻ ഓഫ് എ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് എന്താണ്? കാരണം ഞാൻ നിങ്ങളുടെ പറയാൻ കാരണം, ഇവിടെ നമ്മൾ ഈ പറയുന്ന വെൻ ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന ഐഡിയാസ് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഇക്വേഷൻ നമ്മൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നമുക്ക് വെൻ ഡയഗ്രത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എൻ ഓഫ് എ എത്ര? എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എയിൽ എത്ര എലമെന്റ്, എയിൽ എത്ര കുത്തുണ്ടെന്ന് നോക്കിയാൽ മതി. ഒന്ന് നോക്കി എയിൽ എത്ര കുത്തുണ്ട്. ഇവിടെ 3, ഇവിടെ 2. കാര്യം ഇത് എയുടെ ഭാഗമല്ലേ. അപ്പൊ എയിലെ എലമെന്റ്സിന്റെ എണ്ണം 5. എയിലെ എലമെന്റ്സിന്റെ എണ്ണം 5. അപ്പൊ ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം, ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം പറ, എനിക്കറിയില്ല. നോക്കി, ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം 6. എയേക്കാൾ ഒന്ന് കൂടുതലാണ് ബിക്ക് അല്ലെ, എല്ലാം അധികമാണെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ 6. അടുത്ത ഞാൻ ചോദിക്കുന്നു എൻ ഓഫ് എ യൂണിയൻ ബി. പോസിബിൾ ആയിട്ട് എല്ലാ ഓപ്പറേഷനും ഞാൻ ഇവിടെ പറയും. ഉത്തരം പറഞ്ഞതിലേക്ക് മോണ്ട അടിക്കാൻ തിരിക്കും ഞാൻ. മര്യാദയ്ക്ക് ഇവിടെ ശ്രദ്ധിച്ച് ഉത്തരം പറഞ്ഞോണം. നോക്കി, എൻ ഓഫ് എ യൂണിയൻ ബി. എൻ ഓഫ് എ യൂണിയൻ ബി. നോക്കിയാടാ, എയിലും ബിയിലും മൊത്തത്തിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. സുഖം അല്ലേ, അടിപൊളി. 9. നമുക്ക് ആവശ്യമുള്ള നമ്പർ തന്നെ കിട്ടി, 9. അപ്പൊ എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു 9. And what about n of a intersection b? n of a intersection b എന്ന് പറഞ്ഞാൽ എന്താടാ? എടാ വായും കീറി ഇരിക്കാതെ ഇങ്ങോട്ട് നോക്കടാ. അമ്മ അടുക്കളയിൽ മീൻ പൊരിക്കുക, അമ്മ അവിടുന്ന് പൊരിച്ചോട്ടെ. നീ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോയിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ ശ്രദ്ധിക്ക്, ഇത് തീർത്തിട്ട് പോയി മീൻ കഴിച്ചോ. അപ്പൊ നോക്കി, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ കേസിലോട്ട് എടുക്കുമ്പോൾ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി, എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സിന്റെ എണ്ണം 2 എണ്ണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചുകൂടെ കയറ്റി പിടിക്കട്ടാ. ഓക്കെ, എൻ ഓഫ് എ മൈനസ് ബി. എൻ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലെ എലമെന്റ്സിൽ നിന്നും ബിയിലെ എലമെന്റ്സിനെ ഒഴിവാക്കി. അതാരൊക്കെയാ? ദേ ഈ 2 എണ്ണം ബിയിലുണ്ട്. ബി ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഇത്രയല്ലേ ഉള്ളൂ. അതാണ് എൻ ഓഫ് എ മൈനസ് ബി. എലമെന്റ്സിന്റെ എണ്ണം 3. ഇതെല്ലാം നമുക്ക് വെൻ ഡയഗ്രത്തിൽ നിന്ന് ചുളുവിന് എഴുതിയെടുക്കാം. അതാണ് കുറച്ചുകൂടായിട്ട് വെൻ ഡയഗ്രം നിങ്ങളായിട്ട് ഫോളോ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്ററാക്ഷൻ ക്ലാസ്സിൽ മൊത്തം വെൻ ഡയഗ്രം അല്ലായിരുന്നോ? അതുകൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ടായിരുന്നു. നോക്കിയാൽ അടുത്തത് എൻ ഓഫ് ബി മൈനസ് എ. എൻ ഓഫ് ബി മൈനസ് എ. എൻ ഓഫ് ബി മൈനസ് എത്ര? എൻ ഓഫ് ബി മൈനസ് എ. ബിയിൽ നിന്നും എ ഒഴിവാക്കുന്നു. ബിയിൽ മൊത്തത്തിൽ 6 എണ്ണം, അതിൽ നിന്നും 2 എണ്ണം ഒഴിവാക്കുന്നു, ബാലൻസ് 4. സിമ്പിൾ. അല്ലെങ്കിൽ എഴുതി തന്നെ എടുക്കുന്നു. 1, 2, 3, 4 കഴിഞ്ഞു. ഇനി ഞാൻ യൂണിവേഴ്സൽ എലമെന്റിനകത്ത് കുറച്ച് കയറ്റി ഇടാൻ പോണേ. ഒരു 3 എണ്ണം ഇവിടെ ഇങ്ങനെ കൊടുത്തു. അപ്പൊ എൻ ഓഫ് യു എത്ര? മൊത്തത്തിൽ എത്ര എലമെന്റ്സ് ആയി? ഇവിടെ 3, 3, 2, 5, 5, 4, 9, 10, 12 ആണ് അല്ലെ? 12 എലമെന്റ്സ് കിട്ടി യുയിൽ.
നമുക്ക് ഇങ്ങനെ എത്ര കേസ് വേണമെങ്കിലും കണ്ടുപിടിച്ചൂടെ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ നമുക്ക് എത്ര കാര്യങ്ങൾ വേണമെങ്കിലും പിടിയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇതിൽ നിന്നും. അടുത്ത ഞാൻ ചോദിക്കുന്നു, n ഓഫ് a കോംപ്ലിമെന്റ്. എയിൽ ഇല്ലാത്ത എലമെന്റ്സിന്റെ എണ്ണം എത്ര? നമുക്ക് പല രീതി ചെയ്യാം കേട്ടോ. എയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം എത്ര? 5. മൊത്തത്തിൽ 12. അപ്പൊ എയിൽ ഇല്ലാത്തതോ? 12 5 കുറച്ചാൽ 7. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എണ്ണി നോക്ക്, എ മാറ്റി എടുത്ത് ബാക്കി എണ്ണുമ്പോൾ 1 2 3 4 5 അല്ലെ 6 7 അങ്ങനെ എഴുതാം. n ഓഫ് ബി കോംപ്ലിമെന്റ് ആണെങ്കിലോ, ബിയിൽ മൊത്തത്തിൽ 6, ടോട്ടല് 12, 12 6 കുറയ്ക്കുമ്പോൾ 6. അല്ലെങ്കിൽ എണ്ണി എടുത്ത് ബിയിൽ ഇല്ലാത്തത് 1 2 3 4 5 6. തീർന്നു, പരിപാടി കഴിഞ്ഞു. ഇത്ര ഉള്ളു കേട്ടോ. നമ്മൾ ഇതിൽ നിന്ന് എത്ര കേസ് വേണമെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. n ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. n ഓഫ്, കുറച്ചുകൂടെ കൺഫ്യൂഷൻ ആവുന്നല്ലേ, n ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ അത് നമ്മൾ ആദ്യം ഏതാണെന്ന് മനസ്സിലാക്കണം. ആദ്യം ബി കോംപ്ലിമെന്റ് നോക്കാം. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഒഴികെ പുറത്തുള്ളതെല്ലാം വരും. അതിനോടൊപ്പം എയും കൂടെ ഞാൻ ചേർത്ത് വെക്കും. എ എന്ന് പറയുമ്പോൾ ഇത്രയും സാധനം നോക്കി, ഇത് ഫുള്ള് വരുന്നതാണ്. ഈ ബിക്ക് ഔട്ട് സൈഡ്, ബി എന്ന് പറയുന്ന സർക്കിളിന് ഔട്ട് സൈഡിൽ വരുന്നതെല്ലാം ആണ് ആര്? എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. ആ ബി കോംപ്ലിമെന്റ് തന്നെ മൊത്തത്തിൽ വരും അല്ലേ? അതിനോടൊപ്പം ഞാൻ എ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി ബി കോംപ്ലിമെന്റിനകത്ത് 1 2 3 4 5 6 എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കി. ബി കോംപ്ലിമെന്റിനകത്ത് 6 എണ്ണം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ആ 6 എണ്ണത്തിനോടൊപ്പം നമ്മൾ എ യൂണിയനോട് ചേർത്ത് വെക്കാൻ പോവാം. ആ 6 എണ്ണത്തിൽ ആൾറെഡി ഇത് 3 ഉണ്ടല്ലേ, പിന്നെ ഈ 2 എണ്ണോടല്ലേ നമ്മൾ ചേർത്ത് വെക്കുന്നത്. അപ്പൊ ഇത് രണ്ടോട് ചേർത്ത് വെക്കുമ്പോൾ എത്ര കിട്ടും? 6 2 8 എണ്ണം കിട്ടും. ഞാൻ പറഞ്ഞ ഐഡിയ കൂടി കിട്ടിയോ? നിസ്സാരമായിട്ട് നമുക്ക് വെൻ ഡയഗ്രത്തിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിനൊക്കെ ഇക്വേഷൻ കാണാൻ പഠിക്കാണ്ട് അതൊക്കെ ഇട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷെ വെൻ ഡയഗ്രം അങ്ങോട്ട് വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പുല്ല് പോലെ നിസ്സാരമായിട്ട് നമുക്ക് ഉത്തരം കിട്ടും. എങ്ങനെയാണ് ഒന്നുകൂടെ പറഞ്ഞാൽ, നമുക്ക് ആദ്യം ബി കോംപ്ലിമെന്റ് എടുക്കുക. ബി കോംപ്ലിമെന്റ് ഈ സർക്കിൾ ഇല്ലടാ, ഈ ഒരു ഉണ്ടംപൊരി ഉണ്ടോ? ഈ ഒരു ഉണ്ടംപൊരി ഇവിടെ ഇല്ല. ബാക്കി എലമെന്റ്സിന്റെ എണ്ണം 6. അതിനോടൊപ്പം എ ആയിട്ടുള്ള 5 എണ്ണം ചേർത്ത് വെക്കണം. ആൾറെഡി നമ്മൾ ഈ 3 എണ്ണം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഉൾപ്പെടുത്താനുള്ള 2 ആണ്. അപ്പൊ ആൾറെഡി 6 ഉണ്ട്, പ്ലസ് 2 കൂടെ ചേർക്കുമ്പോൾ 8. അങ്ങനെയാണ് ഞാൻ എഴുതിയത്. ഇതുപോലെ എത്ര കേസുകൾ കണ്ടുപിടിക്കാൻ അറിയാമോ വെൻ ഡയഗ്രം ഉണ്ടെങ്കിൽ. അപ്പൊ ഇതിൽ നിന്നും ജസ്റ്റ് 1-2 ഇക്വേഷൻ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുണ്ട്. ഇക്വേഷൻ എന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഇക്വേഷൻ കാണാൻ പഠിക്കണമെന്ന് നിർബന്ധിക്കത്തേയില്ല. ചില എക്സാമിന് ഇക്വേഷൻ മാത്രം വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതും നമുക്ക് ഇക്വേഷൻ ഇല്ലാതെ ചെയ്ത് വെൻ ഡയഗ്രം വരച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇക്വേഷൻ പഠിക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. എന്നാലും ഒന്ന് പഠിച്ച് വെച്ചേക്കാം കേട്ടോ. ഒരു പക്ഷേ ഇക്വേഷൻ തന്നിട്ട് ഒരു കുറച്ച് ഭാഗം ഡാഷ് എന്നിട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ഇക്വേഷനെ കുറച്ച് ഭാഗം ഫില്ല് ചെയ്യാതെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകത്തില്ല. അപ്പൊ എന്തായാലും ഒന്ന് പഠിച്ച് കാര്യം, നമ്മുടെ ടെക്സ്റ്റുകാർ അത്രയും കഷ്ടപ്പെട്ട ഇക്വേഷൻ എഴുതി വെച്ചേക്കണം. ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. ഞാൻ ആ ഇക്വേഷൻ ഒന്ന് എഴുതാം. ഇക്വേഷൻ ഇതാണ്, n ഓഫ് എ യൂണിയൻ ബി. എയുടെയും ബിയുടെയും യൂണിയനില്ലാത്തുള്ള എലമെന്റ്സിന്റെ എണ്ണം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് എയിലുള്ള എലമെന്റിന്റെ എണ്ണവും ബിയിലുള്ള എലമെന്റിന്റെ എണ്ണവും കൂട്ടി നോക്കും അല്ലെ? അങ്ങനെ നമുക്ക് കൂട്ടി നോക്കുമ്പോൾ എത്ര കിട്ടും? മൊത്തത്തിൽ 11 കിട്ടും. പക്ഷെ നമ്മുടെ ഉത്തരം എത്രയേ ഉള്ളൂ? 9. കെട്ടില്ലേ? നമ്മൾ എന്നെ നോക്കിയത് 9 ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കും 11 തോന്നും. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാലേ ഇതിന്റെ യഥാർത്ഥ കണ്ടീഷൻ ഇതാണ് കേട്ടോ. n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നാണ് കോൺസെപ്റ്റ്. n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുമല്ലേ, ഇതിനകത്തുള്ള എല്ലാ എലമെന്റ്സും കയറി വരും. ബി എന്ന് എടുക്കുമ്പോഴും വീണ്ടും നമ്മൾ അതുപോലെ ബി മൊത്തത്തിൽ എടുക്കും. അതായത് ഈ സംഭവം ഉണ്ടല്ലോ, ഈ കിടക്കുന്ന സംഭവം, ഇതിനെ നമ്മൾ 2 തവണ കൗണ്ട് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഒരു തവണയല്ലേ കൗണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനെ നമ്മൾ പക്ഷെ പകരം എത്ര തവണ കൗണ്ട് ചെയ്തേക്കുന്നു? 2 തവണ കൗണ്ട് ചെയ്തിട്ടുണ്ട്. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തവണ ഇതിനെ നമ്മൾ കുറയ്ക്കും. അപ്പൊ ഈ സംഭവം ആരാ? ഇന്റർസെക്ഷൻ ബി അല്ലേ? അതുകൊണ്ടാണ് എ ഇന്റർസെക്ഷൻ ബി നമ്മൾ ഒരു തവണ അത് കുറച്ച് വെക്കുന്നത്. അതുകൊണ്ടാണ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമ്മൾ കുറയ്ക്കുന്നത്. കാര്യം നമ്മൾ അറിയാതെ 2 തവണ നമ്മൾ കൂട്ടും. അപ്പൊ ഇവിടെ n ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്ര? 2. അതുകൊണ്ടാണ് നമ്മൾ ഇത് 2 കൂടെ കൂട്ടുമ്പോൾ 11, 11 നിന്ന് 2 കുറയ്ക്കുമ്പോൾ 9 എന്ന് പറയുന്ന n ഓഫ് എ യൂണിയൻ ബി കിട്ടുന്നത്. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ. ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കാം, എളുപ്പമല്ലേ? n ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ്. എന്തുകൊണ്ട് മൈനസ് വരുന്നു? കോമൺ ആയിട്ടുള്ള സംഭവം ഇവിടെ കിടപ്പുണ്ട്. അവനെ 2 തവണ നമ്മൾ കൂട്ടും. അപ്പോൾ ഒരു തവണ കൂട്ടാൻ പറ്റത്തുള്ളൂ. 2 തവണ കൂട്ടിയ സ്ഥിതിക്ക് എന്തായാലും കൂട്ടിപ്പോയി. ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു തവണ കുറച്ച് കൊടുത്താൽ പോയി. 2 തവണ കൂട്ടിപ്പോയി. അതായത് ഒരു തവണ കൂട്ടാൻ പറ്റത്തുള്ളൂ. നമ്മൾ അറിയാതെ 2 തവണ കൂട്ടിപ്പോയി. ആ തെറ്റ് തിരുത്തണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു തവണ കുറച്ച് കൊടുക്കണം. അതാണ് കുറച്ചേക്കുന്നത്. ഇനി സപ്പോസ് ഇവന്മാരെ ബന്ധമില്ലെങ്കിലാ,
ഇത് എ മാറിക്കിടക്കുന്നു, ബി അല്പം മാറി ഇങ്ങോട്ട് കിടക്കുന്നു അല്ലെ. ഭാര്യയും ഭർത്താക്കന്മാർ പിണങ്ങി കിടക്കുന്നവർക്കാണ് എയും ബിയും. ഇത് അല്പം അങ്ങോട്ടും ഇങ്ങോട്ട് മാറി കിടക്കുന്നു, യാതൊരു ബന്ധവുമില്ല. ഇവർ ഇവിടെ തന്നെ കൂടി ചേർന്ന് കിടക്കുന്നു, ഇവിടെ മാറി കിടക്കുന്നു, യാതൊരു ബന്ധവുമില്ല. ദാറ്റ് മീൻസ് എയും ബിയും ഡിസ്ജോയിന്റ് ആണ്. പഠിച്ചിട്ടുണ്ട് ഇന്റർസെക്ഷൻ ഈക്വൽ ടു 5. ഇന്റർസെക്ഷൻ ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ എയും ബിയും തമ്മിൽ കോമൺ ആയിട്ട് എലമെന്റ്സ് ഒന്നുമില്ല. അങ്ങനെ വരുന്ന കണ്ടീഷനകത്ത് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. കാര്യം എന്താ, ഇവിടെ എലമെന്റ് ഇല്ല. അപ്പൊ പിന്നെ n of a union b is equal to n of a plus n of b എപ്പോൾ ഇവന്മാര് തമ്മിൽ അകന്ന് നിൽക്കുമ്പോൾ, അതായത് ഡിസ്ജോയിന്റ് ആകുമ്പോൾ, കോമൺ ആയിട്ട് എലമെന്റ് ഇല്ലെങ്കിൽ. കോമൺ ആയിട്ട് എലമെന്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം, ഇല്ലെങ്കിൽ അത് കുറയ്ക്കേണ്ട ആവശ്യമില്ല. which means n of a union b is equal to n of a plus n of b. അതർവൈസ് കോമൺ ആയിട്ട് എലമെന്റ് ഉണ്ടെങ്കിൽ മൈനസ് n of a ഇന്റർസെക്ഷൻ. ഇതാണ് കണ്ടീഷൻ കേട്ടോ. അപ്പൊ ഇത് ഓർത്ത് വെച്ചിരിക്കുക. ഇത് വെച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യാൻ പോകുന്നു. വളരെ നന്നായിട്ട് മനസ്സിലാക്കുക. നല്ല രസമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യൻസും ഭയങ്കര രസമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഐഡിയ ഒക്കെ കൊണ്ടുവന്നോണ്ടല്ലോ, വെൻ ഡയഗ്രം ഒക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പൊന്ന് മോനെ സംഭവം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇക്വേഷനൊക്കെ ഇട്ട് നമ്മളിട്ട് അരത്തേണ്ടി. ഇതിനകത്തൊക്കെ ഇക്വേഷൻ ഉണ്ടാക്കുന്നത് വളരെ രസകരമായിട്ട് കാര്യമാണ്. അത്രയ്ക്കൊന്നും മെനക്കെടണ്ട, നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്കത് വെൻ ഡയഗ്രത്തിൽ ചെയ്തെടുത്താലും മതി. തയ്യാറല്ലേ? മുന്നോട്ട് പോകാലോ. എടാ ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തരാൻ പോവാണ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. given that n of a is equal to 20, n of b is equal to 15 and n of a intersection b equals 5. ഇതാണ് ചോദ്യം. n of a is equal to 20, n of b is equal to 15, n of a intersection b is equal to 5. ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ നമ്മുടെ ഇക്വേഷൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയല്ലോ. then find n of a union b. how many elements in a union b? a union b യിൽ എത്ര എലിമെന്റ്സ് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ പ്രകാരം നമ്മൾ എഴുതുന്നു n of a union b equals n of a plus n of b മൈനസ് n of a ഇന്റർസെക്ഷൻ ബി അല്ലേ. അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ഒന്നും വലിച്ചു നീട്ടി എഴുതാനോ ചിന്തിക്കാനോ ഒന്നുമില്ല. ചുമ്മാ ആ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, എഴുതി വെക്കുന്നു, ഉത്തരം കിട്ടുന്നു, മാർക്ക് കിട്ടുന്നു, നമ്മൾ പോകുന്നു. ആ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. n of a is equal to 20, n of b is equal to 15, n of a intersection b is equal to 5. അപ്പൊ നമ്മുടെ റിസൾട്ട് 30. ഇത്രയേ ഉള്ളൂ കേസ്. ദാറ്റ് അബൌട്ട് n of a union b. n of a union b. ഇതുപോലെ ചോദിക്കാം. n of a union b യും n of a യും n of b തന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ ചോദിക്കാം? n of a ഇന്റർസെക്ഷൻ b കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഇതൊക്കെ സ്ഥിരമായിട്ടും എക്സാമിന് 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അതായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇതാണോ സാറ് പറഞ്ഞ എല്ലാ തവണ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സെക്ഷൻ ആണെന്ന്? ഇത് അതിന്റെ ബേസ്. ചെറിയ സാധനം കിടക്കുവാണ്. ഇത് കുഞ്ഞ്, ഇനി വലുത് കിടക്കുവാണല്ലേ. ഇത് നിങ്ങൾ പറയുന്നവർക്ക് ഇത് ക്വാർട്ടർ, ഇനി നമുക്ക് എന്ത് കിടക്കാം? ഫുള്ളൊക്കെ കിടക്കുവാണ്. അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ഇനി കണ്ടുപിടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയാൻ കിടക്കുന്നല്ലേ. അപ്പൊ നോക്കാം, നമുക്ക് അടുത്ത കേസിലോട്ട് പോകാം. അടുത്ത ഒരു വ്യത്യസ്തമായ ചോദ്യം, അതായത് ഈ പറഞ്ഞ അതേ കാര്യം ഞാനൊരു ആപ്ലിക്കേഷൻ ലെവലിനകത്ത് കയറി ചോദിക്കുകയാണ്. അതായത് ക്വസ്റ്റ്യൻ n of a union b എന്നോ n of a intersection b എന്നോ n of a എന്നോ n of b എന്നോ തരാതെ പകരം ഞാൻ ചോദിക്കുന്നു, ഇൻ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ കുറെ കുട്ടികളുണ്ട്. എ ഗ്രൂപ്പ് കണ്ടെയ്ൻസ് സം സ്റ്റുഡൻസ്. ഔട്ട് ഓഫ് ദീസ് സ്റ്റുഡൻസ് 100 of them knows the language English. അതിലെ 100 പേർക്ക് ഇംഗ്ലീഷ് അറിയാം. ആ കൂട്ടത്തിലുള്ള 50 പേർക്ക് ഹിന്ദി അറിയാം. 100 പേർക്ക് ഇംഗ്ലീഷും 50 പേർക്ക് ഹിന്ദിയും അറിയാം. പറയുന്ന കാര്യം മനസ്സിലാക്കുക. 100 പേർക്ക് ഇംഗ്ലീഷും 50 പേർക്ക് ഹിന്ദിയും അറിയാം. അങ്ങനെയെങ്കിൽ അതുപോലെ തന്നെ മൂന്നാമതൊരു കണ്ടീഷൻ ഉണ്ട്. ഇതിലെ 20 കുട്ടികൾക്ക് രണ്ടും അറിയാം, നോസ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അപ്പൊ 20 സ്റ്റുഡന്റ് നോസ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. 100 പേർക്ക് ഇംഗ്ലീഷ് മാത്രം അറിയാം, ഇംഗ്ലീഷ് മാത്രമല്ല ഇംഗ്ലീഷ് അറിയാം. 50 കുട്ടികൾക്ക് ഹിന്ദി അറിയാം, 20 കുട്ടികൾക്ക് ഹിന്ദിയും ഇംഗ്ലീഷും അറിയാം. അങ്ങനെയെങ്കിൽ ആ ഗ്രൂപ്പിലെ ഓരോ കുട്ടിക്കും ഇതിൽ ഏതെങ്കിലും ഒരു ഭാഷ അറിയുകയും ചെയ്യാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. A group contains some students. Out of these students, 100 of them knows English. Out of 50 of them knows Hindi, and 20 knows both Hindi and English.
ആൻഡ് ഈച്ച് സ്റ്റുഡൻസ് നോസ് അറ്റ്ലീസ്റ്റ് വൺ ലാംഗ്വേജ്. ഏതെങ്കിലും ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ എല്ലാ കുട്ടിക്കും ഏതെങ്കിലും ഒരു ഭാഷ അറിയുകയും ചെയ്യാം. ഇതിനകത്ത് രണ്ടിൽ ഏതെങ്കിലും ഒരു ഭാഷ അറിയുകയും ചെയ്യാം. അതായത് ഈ ഗ്രൂപ്പിൽ എല്ലാ കുട്ടികൾക്കും ഒന്നുകിൽ ഹിന്ദി അറിയാം, അല്ലെങ്കിൽ എന്തറിയാം, ഇംഗ്ലീഷ് അറിയാം. ഇതാണ് കോൺസെപ്റ്റ്. ഞാൻ ഇങ്ങനെ എടുത്ത് പറയാൻ കാരണം, ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കണ്ടീഷൻ വേറെ ആയിരിക്കും. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഉണ്ടോ നോക്കുക. ഈ ഗ്രൂപ്പിലെ ഓരോ കുട്ടിക്കും അല്ലെങ്കിൽ എല്ലാ കുട്ടിക്കും ഏതെങ്കിലും ഒരു ഭാഷ അറിയാം, ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഷ അറിയാം എന്നൊരു കോൺസെപ്റ്റോട് ഉണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതിന്റെ കണ്ടീഷൻ മൊത്തം മാറിപ്പോകും. ഓക്കെ, ഇത്രയും പറഞ്ഞു ഓക്കെയാണോ? ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദ ഗ്രൂപ്പ്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ എത്ര കുട്ടികളുണ്ട് എന്നതാണ് ചോദ്യം. ഈ ഗ്രൂപ്പിൽ എത്ര കുട്ടികളുണ്ട് എന്നതാണ് ചോദ്യം. നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്ന് നമ്മൾ പഠിച്ച ഇക്വേഷൻ പ്രകാരം ഞാൻ ഡിനോട്ട് ചെയ്യുന്നു, ലെറ്റ് ഇ ബി ദ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് നോസ് ഇംഗ്ലീഷ്. എച്ച് ഇസ് അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് എൻ ഓഫ് എച്ച്, ഗിവൺ ദാറ്റ് എൻ ഓഫ് എച്ച് is equal to 50 and n of e is equal to 100 and n of h ഉം e ഉം കോമൺ ആയിട്ട് ഇടുന്നത് എന്താ, h ഇന്റർസെക്ഷൻ എന്നല്ലേ പറയുന്നത്. h ഇന്റർസെക്ഷൻ is equal to 20 and each student knows at least one language. ഓരോ കുട്ടിക്കും ഏതെങ്കിലും ഒരു ഭാഷയെങ്കിലും അറിയാമെന്ന് പറയുന്നുണ്ട്. ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ we have to find the total students എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് n of a union b എന്നാണ്. ആ ഗ്യാങ്ങിൽ എത്ര കുട്ടികളുണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. കാര്യം അവരെല്ലാം ഏതെങ്കിലും ഒരു ഭാഷ പറയും. നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഏതാ, n of a plus n of a plus n of b മൈനസ് n of a ഇന്റർസെക്ഷൻ b. നമ്മൾ അപ്ലൈ ചെയ്യുന്നു. n of a എത്ര, n of a is equal to അല്ലെ, n of a മാറും കേട്ടോ. ഇതിപ്പോ നമ്മൾ എയും ബി അല്ലേ, അതിന് പകരം നമുക്ക് വരുന്നത് എന്താ, n of h ആണ് കേട്ടോ. എച്ചും ഇയും നിങ്ങളൊന്ന് മാറ്റിക്കോണം കേട്ടോ. n of a യൂണിയൻ ബി എന്നല്ല, ഇത് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഇതെന്ത് വരും, n of h യൂണിയൻ ഇ എന്നാണ്. ഹിന്ദിയും ഇംഗ്ലീഷും രണ്ട് ഭാഷ അവർ സംസാരിക്കുന്നവരാണ് ആ ഗ്രൂപ്പിലുള്ളത്. അപ്പൊ ആകെ കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ n of h യൂണിയൻ ഇ എടുത്താൽ പോരെ, അല്ലെങ്കിൽ ഇ യൂണിയൻ എച്ച് എടുത്താൽ പോരെ. അപ്പൊ n of h ആദ്യം വരും. n of a സ്ഥാനത്ത് n of h എത്ര, 50 പ്ലസ് n of e, അടുത്ത n of e അല്ലേ വരുന്നത്, n of e എത്ര, 100. അതിൽ നിന്നും ആരെ കുറയ്ക്കുന്നു, 20 കുറയ്ക്കുന്നു. സോ വാട്ട് ഈസ് ദ റിസൾട്ട്? റിസൾട്ട് ഈസ് ഈക്വൽ ടു 150 നിന്നും 20 കുറച്ചാൽ റിസൾട്ട് 130. റിസൾട്ട് 130. ഇനി ഈ ചോദ്യം ഞാൻ ജസ്റ്റ് വെൻ ഡയഗ്രത്തിലൂടെ പറഞ്ഞാൽ നോക്കുക. വെൻ ഡയഗ്രത്തിൽ നമുക്ക് ഇക്വേഷൻ ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ എഴുതിപ്പോയാൽ മതി. ഞാൻ പറയുന്ന പോലെ എഴുതണം. ഇത് ഇംഗ്ലീഷ് അറിയാവുന്ന കുട്ടികൾ, ഇത് ഹിന്ദി അറിയാവുന്ന കുട്ടികൾ, എല്ലാവർക്കും ഏതെങ്കിലും ഭാഷ അറിയാം. അതായത് ഇതിന് പുറത്തോട്ട് ആരുമില്ല. നമ്മുടെ കംപ്ലീറ്റ് യൂണിയൻ ഇത് തന്നെയാണ്. കാര്യം ഈ 2 റൗണ്ടിന് പുറത്ത് ആരുമില്ല. കാര്യം എന്താ, എല്ലാ കുട്ടികൾക്കും ഏതെങ്കിലും ഒരു ഭാഷ അറിയാമെന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും ഒരു ഭാഷ അറിയാമെന്നില്ലെങ്കിൽ ഇതിന് പുറത്തോട്ടും ആരെങ്കിലും ഒക്കെ വരും. അതായത് ഈ 2 സർക്കിളിന് വെളിയിൽ ഏതെങ്കിലുമൊക്കെ കുട്ടികൾ വരും. അക്ഷരാഭ്യാസം ഇല്ലാത്തവരെന്ന് നമ്മൾ പറയും, എഴുതാൻ വായിക്കാൻ അറിയാത്ത കുട്ടികൾ കാണാം. പക്ഷെ ഇവിടെ ഇല്ല, ഇവിടെ കേട്ടോ, ഇത് പെർഫെക്റ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ 2ലും കോമൺ ആയിട്ട് വരുന്നവരുടെ എണ്ണം 20. ആദ്യം ഞാൻ അതങ്ങ് ഫില്ല് ചെയ്യും, 20. ഇനി ഞാൻ പറയാൻ ശ്രദ്ധിക്കണം. ഇനിയാണ് നമ്മുടെ ഐഡിയ കിടക്കുന്നത്. ഇനി പറയുന്ന പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാക്കി പുല്ലുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ മൊത്തത്തിൽ 100 പേര്. ആ 100 പേരിലെ 20 കുട്ടിക്ക് എന്തറിയാം, ഈ 100 പേരിലെ 20 കുട്ടികൾക്ക് പെർഫെക്റ്റ് ആയിട്ട് 2 ലാംഗ്വേജും അറിയാം. അങ്ങനെയാണെങ്കിൽ 100ൽ നിന്നും 20 പോയി കഴിഞ്ഞാൽ 80. ഇപ്പൊ മൊത്തത്തിൽ ഈ 100 ആയില്ലേ? അല്ലാതെ ഇവിടെ കയറി 100 എഴുതിയിൽ തെറ്റും. ഇവിടെ 80 എടുത്ത് എന്തുകൊണ്ടാ, മൊത്തത്തിൽ 100, അതിനകത്ത് 20 പേര് ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അവർക്ക് എന്തുകൂടെ അറിയാം, ഇംഗ്ലീഷ് മാത്രമല്ല ഹിന്ദിയും കൂടെ അറിയാം. അപ്പൊ ബാക്കി 80. അങ്ങനെയാണെങ്കിൽ ഹിന്ദി അറിയാവുന്നവർ 50, അതിനകത്ത് 20 പേർക്ക് ഇംഗ്ലീഷും അറിയാം. ബാലൻസ് വരുന്നത് 30. ഞാൻ എഴുതിയേക്കുന്ന 3 നമ്പർ എടുത്തു വെച്ചൊന്ന് കൂട്ടി നോക്കിയേ. 80, 20, 100, 100, 30, 130 മൊത്തത്തിലായി. ഇതിന്റെ ഉപയോഗങ്ങൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം, നോക്കുക. 1, വാട്ട് അബൌട്ട് n of a യൂണിയൻ b? അത് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് എല്ലാം കൂട്ടി വെച്ചാൽ മതി. 80, 20, 100, 100, 30, 130. എന്നിട്ട് ഞാൻ ചോദിക്കുന്നു, ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദ ഗ്രൂപ്പ് ഹു നോസ് ഇംഗ്ലീഷ് ഓൺലി? ഇതിനകത്ത് ഇംഗ്ലീഷ് ഓൺലിയാണ് നമ്മൾ വീണ്ടും കഷ്ടപ്പെടേണ്ടി വരും. മറ്റേത് കുറയ്ക്കേണ്ടിയൊക്കെ വരും അല്ലേ? എയിൽ നിന്നും ബി കാണുന്നവരെയൊക്കെ കുറയ്ക്കേണ്ടി വരും. ഇതൊന്നും കുറയ്ക്കൊന്നും വേണ്ട, ഇനി ഒന്നും കാണണ്ട. 80 മാത്രം. 80 പേർക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. കാര്യം അവർ ഇംഗ്ലീഷ് ഉള്ളിലാണ് കിടക്കുന്നത്. 30 പേർക്ക്, ഇവിടെ കിടക്കുന്ന 30 പേർക്ക് ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ. എല്ലാവരും ഞാൻ പറയുന്ന ഐഡിയ പിടിയിട്ട് ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും. ഏതിൽ നിന്നും, വെൻ ഡയഗ്രത്തിൽ നിന്നും. നമുക്ക് വ്യത്യസ്തമായ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് ഈ ഓട്ടോമാറ്റിക് ഒരു ഐഡിയ ഒക്കെ പിടികിട്ടും. ക്ലിയർ അല്ലേ?
എടാ ഇതുപോലെ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം. ഒരു ഗ്രൂപ്പിൽ 80 കുട്ടികൾ, ഒരു ഗ്രൂപ്പിൽ 80 കുട്ടികൾ. ഓക്കെ, ക്വസ്റ്റ്യൻ ചെറിയൊരു മാറ്റം ഞാൻ കൊണ്ടുവരാം. ഒരു ഗ്രൂപ്പിൽ 80 കുട്ടികൾ. ഇതില് മലയാളം സംസാരിക്കുന്ന കുട്ടികൾ 40. ഇതിൽ മലയാളം അറിയാവുന്ന കുട്ടികൾ 40. ഇംഗ്ലീഷ് അറിയാവുന്ന കുട്ടികൾ ഒരു ഗ്രൂപ്പില് 40 കുട്ടികൾ. ഇതിനകത്ത് മലയാളം അറിയാവുന്ന കുട്ടികളുടെ എണ്ണം 40, ഇംഗ്ലീഷ് അറിയാവുന്ന കുട്ടികളുടെ എണ്ണം 35. ഇതിൽ ഏകദേശം 15ഓളം കുട്ടികൾക്ക് 2 ഭാഷയും അറിയാം. 15ഓളം കുട്ടികൾക്ക് 2 ഭാഷയും, മലയാളവും ഇംഗ്ലീഷും അറിയാവുന്ന കുട്ടികളുടെ എണ്ണം 15. ഞാൻ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല, പകരം ഇതിന്റെ ഒരു വെൻ ഡയഗ്രം തരികയും അതിൽ നിന്നും ഓരോ ക്വസ്റ്റ്യനും ഉത്തരം നിങ്ങളോട് ചോദിക്കുകയും ചെയ്യാണ്. ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ചോദ്യത്തിനും ഉത്തരം എഴുതാൻ പറ്റും. ഇവിടെ ഞാൻ പറയുന്നില്ല ഈ ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടികളും ഏതെങ്കിലും ഒരു ഭാഷ സംസാരിക്കുമെന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ചോദ്യത്തിനകത്ത് ഞാൻ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ചോദ്യത്തിനകത്ത് ആ ഗ്രൂപ്പിൽ എത്ര കുട്ടികളുണ്ടെന്ന് നമുക്ക് മുൻകൂട്ടി അറിയത്തില്ലായിരുന്നു. ഇവിടെ അതുകൊണ്ട് തന്നിട്ടുണ്ട്. പറയുന്ന ഐഡിയ പ്രത്യേകം ശ്രദ്ധിക്കുക, പറയുന്ന ഐഡിയാസ് നന്നായിട്ട് മനസ്സിൽ കൊണ്ടുവരിക. ഞാൻ അതിന്റെ വെൻ ഡയഗ്രം വരയ്ക്കുമ്പം ആദ്യം ഞാൻ കുറച്ച് വലുതായിട്ട് വരയ്ക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഐഡിയ മനസ്സിലാക്കാനും ഇതിൽ നിന്നും ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്ന് സ്വയം ചിന്തിക്കാനുമാണ്. ആദ്യം മലയാളത്തിന്റെ ഗ്രൂപ്പ്, ഇംഗ്ലീഷിന്റെ ഗ്രൂപ്പ്. ഞാൻ രണ്ടും ചേർത്ത് വരയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? രണ്ടും സംസാരിക്കുന്ന ആളുകളുണ്ട്, അവരെ ഞാൻ ആദ്യം എഴുതി. എപ്പോഴും നടുക്ക് ആരെങ്കിലും ഉണ്ടോ അത് എഴുതിയിരിക്കണം. നടുക്കില്ലെങ്കിൽ അതിനെ എക്സും സൂചിപ്പിച്ച് ബാക്കി എക്സ് കണ്ടുപിടിക്കലായിരിക്കും അടുത്ത ചോദ്യം. അപ്പൊ നടുക്ക് ഇവിടെ ഉണ്ട്, നടുക്ക് ഉണ്ടെങ്കിൽ അതിനെന്തെന്ന് കൊടുക്കുക? 15 ഒന്ന് കൊടുക്കുക. ഇത് ഇംഗ്ലീഷ് അല്ലേ? എം മൊത്തത്തിൽ 40, അതിനകത്ത് 15 പോയി കഴിഞ്ഞാൽ ബാലൻസ് 25. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് അത് എഴുതി കഴിഞ്ഞു. ഐഡിയ എവിടെ കിട്ടിയോ? അടുത്ത ചോദ്യം ഇതാണ്. 35 കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയാം. അങ്ങനെയാണെങ്കിൽ 15 കുട്ടികൾക്ക് 2 അറിയാമെങ്കിൽ ബാലൻസ് വരുന്ന എത്ര? 20. എത്ര ചോദ്യങ്ങളോട് ചോദിക്കാന്നറിയാമോ? ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെ ചോദിക്കാം. ഇവിടെ ഇംഗ്ലീഷും ഹിന്ദിയും രണ്ടും ഒരുമിച്ച് അറിയാവുന്നവരല്ല, ഏതെങ്കിലും ഒരു ഭാഷ അറിയാവുന്ന കുട്ടികൾ ഏതൊക്കെയാണ്? അതായത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ലാംഗ്വേജ് അറിയാവുന്ന കുട്ടികളുടെ എണ്ണം എത്ര? ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഹു നോസ് അറ്റ്ലീസ്റ്റ് വൺ ലാംഗ്വേജ്? ഏതെങ്കിലും ഒരു ഭാഷ അറിയാവുന്ന കുട്ടികളുടെ എണ്ണം എത്ര? അതാണ് സത്യത്തിൽ ഏതെന്ന് പറയുന്നത് എൻ ഓഫ് എ യൂണിയൻ ബി. ഒന്നുകിൽ എ അറിയണം, അല്ലെങ്കിൽ എന്തറിയണം? ബി അറിയണം അല്ലേ? അപ്പൊ ഇവിടെ എയും ബി മാറിയിട്ട് എന്താവും? എൻ ഓഫ് എം യൂണിയൻ ഇ എന്നാവും. ഒന്നുകിൽ മലയാളം അറിയണം, അല്ലെങ്കിൽ എന്തറിയണം? ഇംഗ്ലീഷ് അറിയണം. ഇതാണ് കേട്ടോ ഏതെങ്കിലും ഒന്നും ഉദ്ദേശിക്കുന്നതിന്റെ റെപ്രസെന്റേഷൻ എ യൂണിയൻ ബി അല്ലെങ്കിൽ എം യൂണിയൻ ഇ, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഞാൻ അതാണ് അന്ന് പറഞ്ഞു തന്നത്. ഒന്നുകിൽ എം എയിലുള്ള എലമെന്റ്, അല്ലെങ്കിൽ ബിയിലുള്ള എലമെന്റ്, അല്ലെങ്കിൽ 2ലുള്ള എലമെന്റ്. സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ആർ എയ്തർ ഇൻ എ ഓർ ഇൻ ബി ഓർ ഇൻ ബോത്ത് എന്നാണ് അന്ന് ഞാൻ പറഞ്ഞു തന്നത്. ഓർക്കുന്നുണ്ടോ? അതാണ് ഈ സംഭവം. നമുക്കിത് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂട്ടി അങ്ങ് വെച്ചാൽ പോരെ, ഒരു ഇക്വേഷന്റെ ആവശ്യമില്ല. 25 15 കൂടെ കൂട്ടുന്നു 40, 40 20 60. 40 20 60. 60 കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു ഭാഷ അറിയാമെങ്കിൽ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നു, ഒന്നും പറഞ്ഞുകൂടാത്ത കുട്ടികൾ എത്ര? ഈ ഗ്യാങ്ങിലുള്ള കുറെ കുട്ടികൾക്ക് ഒന്നും അറിഞ്ഞൂടാ. മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദേർ ഹു ഡോണ്ട് നോ? ഒരിക്കലും അറിയത്തില്ല, അവർക്ക് എന്തറിയില്ല? ഹു ഡോണ്ട് നോ എനി ഓഫ് ദ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജും അറിയാത്ത കുട്ടികളെണ്ണം. അത് ഉദ്ദേശിക്കുന്നത് എൻ ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്നാണ് കേട്ടോ. എൻ ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. ഇവരല്ലാത്തവർ എത്ര എന്നാണ്? ഇവരല്ലാത്തവർ എന്ന് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ 80 പേർ, അതിനകത്ത് 60 പേർക്ക് ഭാഷ അറിയാം. ബാലൻസ് എത്ര പേർ? 20 പേർ. ഇങ്ങനെ പഠിച്ചാൽ മതിയടാ. ഒരു ഇക്വേഷന്റെ ആവശ്യം അവിടെ ഇല്ല. ഒരു ഇക്വേഷൻ നമ്മൾ ഓർക്കേണ്ട. അല്ലെങ്കിൽ ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ റെപ്രസെന്റേഷൻ നോക്കി അതിന്റെ ഇക്വേഷൻ മേക്ക് ചെയ്ത് വേണം ചെയ്യാൻ. വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ നോക്കി ഇരുന്നാൽ മതി. നിങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം തന്നാൽ പോലെ. ചോദിക്കുന്നു, ഹു നോസ് ഓൺലി ഇംഗ്ലീഷ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു നോസ് ഓൺലി ഇംഗ്ലീഷ്. ഓൺലി ഇംഗ്ലീഷ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു നോസ് ഓൺലി ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന കുട്ടികൾ ദാ കിടക്കുന്നു 20. വെറുതെ എഴുതിയാൽ മതി, സിമ്പിളാണ്. മലയാളം മാത്രം അറിയാവുന്ന കുട്ടികൾ 25. രണ്ടും അറിഞ്ഞിടാത്തവർ 20. രണ്ടും അറിയാവുന്നവർ 15. എത്ര ഉത്തരങ്ങളായല്ലേ? മലയാളം അറിയാത്തവർ എത്ര? മലയാളം അറിയാത്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നോക്കിയേ, 40 കുട്ടികൾക്ക് മലയാളം അറിയാം. 40 കുട്ടികൾക്ക് മലയാളം അറിയാം. മൊത്തത്തിൽ 80 കുട്ടികളുണ്ട്. മലയാളം അറിഞ്ഞിടാത്തവർ 80ൽ 40 കുറയ്ക്കുന്നു, ബാലൻസ് 40. അതുമായില്ലേ? എങ്ങനെ എത്ര ചോദ്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വെൻ ഡയഗ്രത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് വളരെ ലളിതമായിട്ടുള്ള ചെറിയ ചോദ്യങ്ങളാണ് പഠിച്ചത്. കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇതിന്റെ കുറച്ചുകൂടെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.